ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഭൂമിയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു അന്യഗ്രഹത്തിൽ നടക്കുന്ന കഥയാണ്. ഇതാണ് ത്രേസ്യ. നടി ഒടിഞ്ഞു കിടക്കുന്ന ത്രേസ്യയുടെ മകൾ മേരിയാണ് അവളെ ശുശ്രൂഷിക്കുന്നത്. ത്രേസ്യയുടെ അപ്പൻ്റെ ആയിരുന്നു ഈ സ്ഥലം. എന്നാൽ ത്രേസ്യയുടെ അപ്പൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. ഇയാളാണ് പട്ടാളക്കാരൻ, ഇവിടത്തെ കാവൽക്കാരൻ. മുൻപ് പട്ടാളത്തിൽ എന്തോ കുറ്റം ചെയ്തു വന്നപ്പോൾ ത്രേസ്യയുടെ അച്ഛൻ ഇവിടെ ജോലി കൊടുത്തതാണ്. ത്രേസ്യയും മേരിയെയും സംരക്ഷിക്കാനും പുരയിടത്തിന്റെ റബ്ബർ കൃഷിയുടെ കാര്യങ്ങൾ നോക്കുന്നതൊക്കെയാണ് പട്ടാളക്കാരന്റെ പ്രധാന ജോലി. പട്ടാളക്കാരനെ തന്നെ സഹായിക്കാനായി അവിടെ കുറെ അടിമകളൊക്കെ ഉണ്ട്. എല്ലാവർക്കും പട്ടാളക്കാരനെ വലിയ പേടിയാണ്. അങ്ങനെ ഒരു ദിവസം രാവിലെ പട്ടാളക്കാരൻ തന്റെ അടിമകളെയെല്ലാം നിരത്തി നിർത്തുമ്പോഴേക്കും മേരി അവരുടെ മുന്നിലൂടെ കുളിച്ച് ഈറനായി നടന്നു പോകും. പിന്നെ ആ വീട്ടിലുള്ളത് പ്രീസ്റ്റ് ആണ്. പ്രീസ്റ്റ് വല്ലപ്പോഴും വന്ന് സംസാരിക്കാനാകാതെ കിടക്കുന്ന മേരിയുടെ അമ്മയ്ക്ക് പ്രാർത്ഥനയൊക്കെ കൊടുക്കും. മേരിയുടെ അമ്മ ത്രേസ്യ വയസ്സറിയിച്ച കാലത്ത് വീട്ടിൽ നിന്നിറങ്ങി ഏതോ തെണ്ടിച്ചെക്കനുമായി ഇഷ്ടത്തിലായി. ആ ബന്ധത്തിലുണ്ടായ മോളാണ് മേരി. പട്ടാളക്കാരനും പ്രീസ്റ്റിനും ഇപ്പോഴും അറിയില്ല മേരിയുടെ അച്ഛൻ ആരാണ്. പട്ടാളക്കാരൻ രാത്രിയെന്നില്ല പകലെന്നില്ലാതെ ആ വീടിന് കാവലിരിക്കുകയാണ്. എപ്പോഴെങ്കിലും പ്രീസ്റ്റ് വന്ന് മന്ത്രം ചൊല്ലിയാണ് അവനെ ഉറക്കുന്നത്. ഉറക്കി കഴിഞ്ഞാൽ 2-3 ദിവസം കിടന്നങ്ങ് ഉറങ്ങും. പട്ടാളക്കാരൻ ഉറങ്ങിയാൽ ആ വീടിന്റെ കാവൽ ചുമതല പ്രീസ്റ്റിനാണ്. തൻ്റെ അമ്മയെ ശുശ്രൂഷിക്കുന്നതും അവിടെയുള്ള അടിമകൾക്കും പട്ടാളക്കാരനും പ്രീസ്റ്റിനും എല്ലാവർക്കും ആഹാരമുണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ത്രേസ്യയുടെ മകൾ മേരിയാണ്. അങ്ങനെ ഒരു ദിവസം മേരിക്കും പ്രായമറിയിക്കുകയാണ്. മേരി തൻ്റെ വികാരങ്ങളൊക്കെ തീർക്കുന്നത് അവിടെയുള്ള ഒരു തയ്യൽ മെഷീനിൽ ശരീരം തളരുവോളം വസ്ത്രങ്ങൾ സ്റ്റിച്ച് ചെയ്താണ്. അങ്ങനെ ഒരു ദിവസം തൻ്റെ അമ്മയായ ത്രേസ്യയുടെ ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുക്കുകയായിരുന്ന മേരി പെട്ടെന്ന് തൻ്റെ അമ്മയോട് വികാരം തോന്നി ത്രേസ്യയുടെ ചുണ്ടുകളിൽ ഉമ്മ വെക്കാനായി വരും. എന്നാൽ ഇത് ഇഷ്ടപ്പെടാതെ ത്രേസ്യ മുഖം മാറ്റും. ഇതേസമയം പുറത്തെന്തോ ശബ്ദം കേട്ട് പ്രീസ്റ്റ് നോക്കുമ്പോഴേക്കും പട്ടാളക്കാരൻ തോക്കുമെടുത്ത് പുറത്തേക്ക് പോവുകയാണ്. വന്നിരിക്കുന്നത് അന്യഗ്രഹത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ പോലീസുകാരനാണ്. അങ്ങനെ വന്ന പോലീസുകാരൻ പട്ടാളക്കാരനോട് പറയും, നീ കഴിഞ്ഞ ദിവസം വെടിവെച്ച് കൊന്നയാളുടെ അസ്ഥിക്കൂടം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ അസ്ഥിക്കൂടങ്ങൾ പട്ടാളക്കാരന് പോലീസുകാരൻ കാട്ടിക്കൊടുക്കും. അതേസമയം റബ്ബർ തോട്ടത്തിലൂടെ നടക്കുകയായിരുന്ന മേരിക്ക് എന്തോ ഒരു സാധനം കിട്ടും. അവൾ അത് എടുത്തു നോക്കുമ്പോഴാണ് കുറച്ചപ്പുറത്ത് ഒരു പാരച്യൂട്ട് കിടക്കുന്നത് കാണുന്നത്. മേരി ആ പാരച്യൂട്ടിനുള്ളിൽ കയറുമ്പോഴാണ് അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ഒരു മനുഷ്യനെ കാണുന്നത്. എന്നാൽ അവന്റെ മിഷൻ കാണാത്തതിൽ അവൻ വെപ്രാളപ്പെടുകയാണ് അതിനുള്ളിൽ ഇരുന്ന്. മേരി അപ്പോഴേക്കും തന്റെ കയ്യിലിരിക്കുന്ന മിഷൻ അവന്റെ കയ്യിലേക്ക് കൊടുക്കും. അപ്പോഴേക്കും അവൻ നോർമൽ അവസ്ഥയിലേക്ക് വരും. അതിനുശേഷം മേരി അവിടെ നിന്ന് പോകാനായി ശ്രമിക്കുമ്പോഴേക്കും ആ അന്യഗ്രഹ മനുഷ്യൻ മേരിയെ അട്രാക്ട് ചെയ്യാനായി ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. മേരി തിരികെ വീട്ടിലേക്ക് പോകാനായി ഒരുങ്ങുമ്പോൾ അവൻ മേരിയുടെ പിന്നാലെ തന്നെ വരും. അങ്ങനെ അവർ തമ്മിൽ കൂടുതൽ അടുക്കും. എന്നാൽ ഇതേ സമയം വീട്ടിലുള്ള പട്ടാളക്കാരനോട് ആ പോലീസുകാരൻ പറയും, നീ ഒരാളെ കൊന്നു എന്നൊന്നും ഞാൻ അതോറിറ്റിയെ അറിയിക്കില്ല, പക്ഷേ ഈ വീടിന്റെ പാതി അവകാശം ഇനി എനിക്കും വേണമെന്ന് പറയും. എന്നാൽ റബ്ബർ തോട്ടത്തിലുള്ള മേരിയെ ആ അന്യഗ്രഹ മനുഷ്യൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അവളുമായി നല്ല അടുപ്പത്തിലാക്കി. എന്നിട്ട് അവൻ അവളെയും കൂട്ടി അടുത്തുള്ള വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകും. മേരി ആദ്യമായി ആയിരുന്നു പുറത്തുള്ള ഒരാളെ കാണുന്നത്. അവൾക്ക് അതെല്ലാം കാണുമ്പോൾ വലിയ സന്തോഷമാകും. അപ്പോഴേക്കും ആ അന്യഗ്രഹ മനുഷ്യൻ വളരെ വിലപ്പെട്ട ഒരു രത്നം മേരിക്ക് കൊടുക്കും. ഇതേ സമയം പോലീസുകാരൻ ത്രേസ്യയുടെ അടുത്ത് വന്ന് ത്രേസ്യയോട് പറയും, ഇനി മുതൽ ഈ വീടിന്റെ പാതി അവകാശം എനിക്കും കൂടി ഉള്ളതാണ്. എന്നിട്ട് അവൻ പറയും, ത്രേസ്യ ചേച്ചിയുടെ കയ്യിലാണ് ഈ പുരയിടത്തിന്റെ ഫുൾ പാസ്കോഡ് ഉള്ളതെന്ന് എനിക്കറിയാം. ത്രേസ്യ ചേച്ചി അത് സമയം പോലെ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയും. അതിനുശേഷം പോലീസുകാരൻ പ്രീസ്റ്റിനോട് പറയും, നീ പോയി ആ പട്ടാളക്കാരനെ ഉറക്ക. അങ്ങനെ പ്രീസ്റ്റ് പട്ടാളക്കാരനെ ഉറക്കിക്കൊണ്ടിരിക്കുമ്പോഴേ മേരി ആ അന്യഗ്രഹ മനുഷ്യനെയും കൊണ്ട് തന്റെ വീട്ടിലേക്ക് വരും. അവിടെയുള്ള ഒരു ഫ്രിഡ്ജിനുള്ളിൽ ഒളിപ്പിക്കാൻ നോക്കുമെങ്കിൽ ഫ്രിഡ്ജിനുള്ളിൽ നിന്ന് നേരെ ഇറങ്ങി വീട്ടിനുള്ളിലേക്ക് കയറി ചെല്ലും. എന്നാൽ പാതി ഉറക്കത്തിലായിരുന്ന പട്ടാളക്കാരൻ അവനെ കാണുകയും അവനെ എടുത്തിട്ട് പെരുമാറുകയും ചെയ്യും. പാതി ഉറക്കത്തിലായിരുന്ന പട്ടാളക്കാരൻ അപ്പോഴേക്കും മയങ്ങി വീഴും. അടിമകൾ പട്ടാളക്കാരനെ അകത്ത് കൊണ്ടുപോയി കിടത്തും. അതിനുശേഷം മേരി ആ അന്യഗ്രഹ മനുഷ്യനെ പ്രീസ്റ്റിന്റെ അടുത്ത് കൊണ്ടുവന്ന് അന്യഗ്രഹ മനുഷ്യൻ മേരിക്ക് കൊടുത്ത രത്നം പ്രീസ്റ്റിന് കൊടുക്കും. ഇത് കിട്ടുന്ന പ്രീസ്റ്റ് പറയും, ഒരു സ്വർണ്ണമുട്ടയിടുന്ന താറാവാണ്, ഇവനെ ഞാൻ ഇവിടെ കയറ്റാൻ അനുവദിക്കാമെന്നും പിന്നെ ഇവിടെ ഒരു പോലീസുകാരൻ വന്നിട്ടുണ്ട്, അവൻ കാണാതെ നോക്കണമെന്നും. അങ്ങനെ ആ പോലീസുകാരന്റെ കണ്ണ് വെട്ടിച്ച് മേരി അവനെയും കൊണ്ട് മച്ചിൻപുറത്തേക്ക് പോകും. മച്ചിൻപുറത്തെത്തിയ ശേഷം അവന്റെ കയ്യിലിരിക്കുന്ന ആ യന്ത്രം വാങ്ങി മേരി കറക്കും. അവനെ അവിടെ ഒളിപ്പിച്ചിരുത്തിയ ശേഷം ആ സാധനവും കൊണ്ട് മേരി താഴേക്ക് വരുമ്പോൾ ആ പോലീസുകാരൻ മേരിയെ കാണുകയും മേരിയുടെ കയ്യിൽ നിന്നും അവന്റെ ആ യന്ത്രം വാങ്ങുകയും ചെയ്യും. അപ്പോഴേക്കും പ്രീസ്റ്റ് അങ്ങോട്ടേക്ക് വന്ന് പോലീസുകാരന്റെ കയ്യിൽ നിന്ന് മേരിയെ രക്ഷപ്പെടുത്തും. പോലീസുകാരന് എന്തൊക്കെയോ ഗൂഢതന്ത്രങ്ങൾ ഉണ്ടെന്ന് പ്രീസ്റ്റിനും മനസ്സിലാകും. അവന്റെ അടുത്തേക്ക് വന്ന മേരി പറയും, ഇതിന്റെ പാതി ആ പോലീസുകാരന്റെ കയ്യിലാണ്, ഞാൻ എങ്ങനെയെങ്കിലും ഇത് വീണ്ടെടുത്ത് തരാമെന്ന്. മേരി പോയ ശേഷം ആ മച്ചിൻപുറത്തിരിക്കുന്ന ഒരു പെട്ടി തുറക്കുന്ന അവന് എന്തൊക്കെയോ കുറെ സാധനങ്ങൾ കിട്ടും. എന്നാൽ ഇതേ സമയം ആ കള്ള പോലീസുകാരൻ തനിക്ക് കിട്ടിയ പകുതി സ്ഥലത്തിന് നടുവിലൂടെ ഒരു അതിർത്തി വരയ്ക്കും. ഇത് കഴിഞ്ഞ് മച്ചിൻ മുകളിലേക്ക് വരുന്ന മേരിക്ക് അവൻ ആ പെട്ടിയിൽ നിന്ന് കിട്ടിയ ഫിലിംസ് ഒക്കെ കാണിച്ചു കൊടുക്കും. അങ്ങനെ അവർ രണ്ടുപേരും അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും പോലീസുകാരൻ അങ്ങോട്ടേക്ക് വരും.
എന്നാൽ മേരി പോലീസുകാരന്റെ കണ്ണിൽ പെടാതെ അവനെ വീണ്ടും ഒളിപ്പിക്കും. തന്റെ മിഷൻ പോയത് കൊണ്ട് തന്നെ ഓരോ ദിവസവും ആ അന്യഗ്രഹ മനുഷ്യന്റെ ബോഡി വീക്കായി. എന്നാലും മേരി അവനെ നന്നായി തന്നെ പരിചരിക്കും. അങ്ങനെ ഒരു ദിവസം ആ പോലീസുകാരന്റെ കയ്യിൽ നിന്ന് അവന്റെ മിഷൻ അവൾക്ക് കിട്ടും. അതിനുശേഷം അവൾ അവനെയും കൊണ്ട് അടുത്തുള്ള അരുവിയിലേക്ക് പോയി അവന്റെ ശരീരമെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും അവരുടെ റബ്ബർ തോട്ടത്തിലേക്ക് അന്യഗ്രഹ ജീവികൾ ലാൻഡ് ചെയ്തു. എന്നാൽ ഇതേ സമയം തന്നെ ഉറക്കത്തിൽ നിന്ന് എണീക്കുകയായിരുന്ന പട്ടാളക്കാരൻ മേരിയും ആ അന്യഗ്രഹ മനുഷ്യനും കൂടി ഉമ്മ വയ്ക്കാൻ ഒരുങ്ങുന്നത് കാണുക. അവൻ തന്റെ തോക്കെടുത്ത് ആ അന്യഗ്രഹ ജീവിയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ദേഷ്യവും വിഷമവും വന്ന മേരി അകത്തേക്ക് വന്ന് കലി പൂണ്ട് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. മേരിയുടെ കരച്ചിലിന്റെ ശക്തിയിൽ പട്ടാളക്കാരൻ തെറിച്ച് താഴേക്ക് വീഴും. ഇതേ സമയം പകുതി സ്വത്ത് കൈക്കലാക്കിയ പോലീസുകാരൻ അവിടെയുള്ള അടിമകളോട് വന്ന് പറയും, ഇപ്പോൾ ഇതിന്റെ പകുതി ഉടമസ്ഥാവകാശം എനിക്കാണ്. പേടിക്കണ്ട, നിങ്ങളെ ഇത്രയും കാലം ഉപദ്രവിച്ച ആ പട്ടാളക്കാരന് പണി കൊടുക്കാൻ ഞാനും നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞു പോലീസുകാരൻ അടിമകളെ എരികൂട്ടും. എന്നാൽ തന്റെ കാമുകൻ കൊല്ലപ്പെട്ട വിഷമത്തിൽ മേരി സൂസൈഡ് ചെയ്യാൻ നോക്കുമെങ്കിലും പെട്ടെന്ന് എവിടെ നിന്നോ കുറച്ച് വെള്ളം വന്ന് വീണ് ഇവരുടെ ശരീരത്തിലെ തീയെല്ലാം കെട്ടുപോകും. എന്നാൽ അതിനുശേഷം എന്തു ചെയ്തിട്ടായാലും ആ പട്ടാളക്കാരനോട് പ്രതികാരം വീട്ടണമെന്ന് തീരുമാനിച്ച മേരി തന്റെ കൂടെ ആളുകളെ നിർത്താനായി ആ അടിമകളായ പുരുഷന്മാരുമായി മിക്സൊക്കെ ചെയ്ത് അവരെ മയക്കിയെടുക്കും. എന്നിട്ട് ആ പോലീസുകാരനെയും തന്റെ വശത്താക്കാനായി അവൾ പോലീസുകാരനോടും സ്നേഹം അഭിനയിക്കും. ഇതെല്ലാം നോക്കി നിൽക്കാൻ മാത്രമേ ആ പട്ടാളക്കാരന് കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. പട്ടാളക്കാരൻ പ്രീസ്റ്റിന്റെ അടുത്ത് വന്ന് പറയും, കാര്യങ്ങളെല്ലാം എന്റെ കൈവിട്ടു പോവുകയാണ്. എന്തെങ്കിലും നടക്കണമെങ്കിൽ ഈ മണ്ണിനൊരു അവകാശം ഉണ്ടാകണമെന്ന് പട്ടാളക്കാരൻ പ്രീസ്റ്റിനോട് പറയും. എന്നാൽ ഇതേ സമയം പോലീസുകാരൻ അടിമ പിള്ളാരെയും കൊണ്ട് പട്ടാളക്കാരനെ ട്രാപ്പ് ചെയ്യാനായി അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. എന്നാൽ പട്ടാളക്കാരൻ പറയും, ഇതിനൊരു ഉടമസ്ഥൻ ഉണ്ടാവണമെങ്കിൽ മേരിക്കൊരു കുഞ്ഞ് ജനിക്കണം. പക്ഷെ അത് ഉയർന്ന രക്തത്തിൽ നിന്നുള്ള ഒരാളിന്റെ കുഞ്ഞായിരിക്കണം. അതുകൊണ്ട് പ്രീസ്റ്റ് തന്നെ അവളെ ഗർഭിണിയാക്കണമെന്ന് പട്ടാളക്കാരൻ പ്രീസ്റ്റിനോട് പറയും. ഇതെല്ലാം തന്നെ മേരി മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ആ പോലീസുകാരൻ അടിമകളെയും കൊണ്ടുവന്ന് പട്ടാളക്കാരനെ അറ്റാക്ക് ചെയ്യാനായി വരും. മേരിയും അങ്ങോട്ടേക്ക് വന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. എന്നാൽ ഒടുവിൽ പട്ടാളക്കാരൻ പോലീസുകാരനെ തല്ലിക്കൊല്ലും. എന്നാൽ അപ്പോഴേക്കും മേരി അവിടെ ഉണ്ടായിരുന്ന അടിമകളെ പട്ടാളക്കാരന്റെ അടുത്തേക്ക് പറഞ്ഞുവിടും. പട്ടാളക്കാരനെ അവരെല്ലാവരും കൂടി കൊല്ലും. എന്നാൽ ഇതേ സമയം നാട്ടിലേക്ക് വന്ന അന്യഗ്രഹ ജീവി വയ്യാതെ കിടക്കുകയായിരുന്ന ത്രേസിയം എടുത്തുകൊണ്ട് പോകാനായി ഒരുങ്ങി. ആരോഗ്യം തിരിച്ചു കിട്ടിയ ത്രേസി അന്യഗ്രഹ ജീവികൾ കൊടുത്ത തോക്ക് കൊണ്ട് പ്രീസ്റ്റിനെയും വെടിവെച്ച് കൊല്ലും. അതിനുശേഷം താൻ ഇത്രയും നാളും സൂക്ഷിച്ചു വെച്ചിരുന്ന പാസ്കോഡും ത്രേസി അവിടെ ഉപേക്ഷിച്ച് അന്യഗ്രഹ ജീവികളോടൊപ്പം പോകാനായി ഒരുങ്ങുമ്പോഴേക്കും മേരി വന്ന് തടയാൻ ശ്രമിക്കും. പക്ഷെ അവൾ കരഞ്ഞു വിളിച്ചിട്ടും അവളുടെ അമ്മ അവിടെ നിൽക്കാൻ തയ്യാറായില്ല. അമ്മ നൽകിയ പാസ്കോഡ് എടുത്ത് സൂക്ഷിച്ചു വെച്ച ശേഷം പാവം മേരി അവിടെ ഒറ്റയ്ക്കായി പോകും. ഒറ്റയ്ക്കായ മേരി അന്ന് അന്യഗ്രഹൻ മനുഷ്യൻ വന്ന ആ പാരച്യൂട്ട് എടുത്തുകൊണ്ട് തയ്ച്ച ശേഷം അവിടെ നിന്ന് വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് പോകും. അവിടെ എത്തിയ ശേഷം തന്റെ കയ്യിലുള്ള പാരച്യൂട്ട് ഉപയോഗിച്ച് അവൾ പറന്ന് ഒരു സ്ഥലത്തേക്ക് ചെല്ലും. എന്നാൽ അവിടെ എത്തുമ്പോൾ ആ നാട്ടിൽ അവൾ മാത്രമാണ് മനുഷ്യനായി ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ആമകളായിരുന്നു. അങ്ങനെ മേരി മാത്രം വീണ്ടും ഒറ്റപ്പെടുകയാണ്. ഈ ഒരു സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം.